എല്ലാ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും എഡ്യൂസൈടെക് എന്നതിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം എടുത്ത പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. ഓക്കെ, അവിടെ നമ്മൾ കൺജങ്ഷൻ വരെയാണ് പറഞ്ഞത്. അപ്പോൾ കൺജങ്ഷൻ എന്തായിരുന്നു? ഇപ്പോൾ കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ രണ്ട് വേർഡ്സിനെ ഒരു സെൻറ്റൻസിനെ ഒക്കെ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് കൺജങ്ഷൻ. ജംഗ്ഷൻസ് ജോയിൻ ചെയ്തെടുക്കുന്ന കാര്യങ്ങളെയാണ്. അതായത് ഒരു ജംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ഇന്റർ റിലേറ്റ് ചെയ്ത് കാണിക്കുന്നതിനാണ് കൺജങ്ഷൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കോറിലേറ്റീവ് കൺജങ്ഷൻസ് എന്താണ്? ദേ ആൾവേസ് അപ്പിയർ ഇൻ ദ പെയർ ആയിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, അതായത് ബോത്ത് ആൻഡ്, എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി, ബട്ട് ഓൾസോ, സോ ആസ് ആൻഡ് വെദർ ഓർ എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് ഇത്. ഓക്കെ, ഇനി ഇതിലേക്ക് കൺജങ്ഷൻസ് ഏതാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആഷ്ടൺ ആൻഡ് ഐ വിൽ ഗോ ഔട്ട് ടുനൈറ്റ് എന്ന് പറയുന്നതിൽ ആൻഡ്, ആഫ്റ്റർ ദ മൂവി ലെറ്റ്സ് ഗോ ഔട്ട് ടു ഈറ്റ് എന്ന് പറയുന്നത് ലെറ്റ്സ് ഗോ. ഓക്കെ, നെയ്തർ സാം നോർ വിന്നി അറ്റ് 8 ലഞ്ച് എന്നുള്ളതിൽ നെയ്തർ നോർ. ഓക്കെ, പിന്നെ 3 സെന്റൻസ് തന്നത് ഞാൻ അത് പറഞ്ഞു, നിങ്ങൾ കമന്റിൽ അത് രേഖപ്പെടുത്തുക അതിന്റെ ആൻസേഴ്സ്. ഓക്കെ, ഹോപ്പ് യു റോട്ട് ദാറ്റ്. അപ്പം കമന്റിൽ അതിട്ട് നിങ്ങൾക്ക് കാര്യം കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, അടുത്ത നമ്മൾ പറയാൻ പോണ പ്രിപ്പോസിഷനാണ്. പ്രിപ്പോസിഷൻ എന്താണ്? ലിങ്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്തിനൊക്കെ? നൗൺസ്, പ്രൊനൗൺസ്, ഫ്രേസസ്, ഒരു സെന്റൻസിനെ മറ്റൊരു സെന്റൻസ് ആയിട്ടൊക്കെ കണക്ട് ചെയ്യുന്നതിനാണ് പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. അറ്റ്, അണ്ടർ, ഓവർ, ഓഫ്, ടു, ഇൻ, ഔട്ട്, ബെനീത്ത്, ബിയോണ്ട്, ഫോർ, എമോങ്, ആഫ്റ്റർ, ബിഫോർ, വിത്തിൻ, ഡൗൺ, അപ്പ്, ഡൂറിങ്, വിത്തൗട്ട്, വിത്ത്, ഔട്ട്സൈഡ്, ഇൻസൈഡ്, ബിസൈഡ്, ബിറ്റ്വീൻ, ബൈ, ഓൺ, ഔട്ട്, ഫ്രം, അണ്ടിൽ. ഓക്കെ, ഇനി ഇതിന്റെ ഓരോന്നിന്റെ ഒരു മീനിങ് അറിയണ്ട. അറ്റ് അവിടെയാണ്, അവിടെ. അണ്ടർ അടിയിൽ. ഓവർ എന്താണ്? മുകളിൽ. ഓഫ്, ടു, ഇൻ, ഔട്ട്, ബെനീത്ത്. ബെനീത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ പിറകിലായിട്ട്. ബിയോണ്ട് അതിന് ഉപരി. എമോങ് നമ്മളിൽ കൂടിച്ചേർന്നത്. ആഫ്റ്റർ അതിനുശേഷം. ബിഫോർ മുൻപ്. വിത്തിൻ ഇവിടെ തന്നെ, അല്ലെങ്കിൽ വിത്തിൻ ദാറ്റ് പെർസ്പെക്റ്റീവ് എന്നുള്ളതാണ്. ഡൗൺ താഴെ, അപ്പ് മുകളിൽ. ഡൂറിങ് ആ സമയത്ത്. വിത്തൗട്ട് അതില്ലെങ്കിൽ. വിത്ത് ഉണ്ട്. ഔട്ട്സൈഡ് പുറത്ത്. ഇൻസൈഡ് അകത്ത്. ഓക്കെ, ബിറ്റ്വീൻ ഇടയിൽ. ബിസൈഡ് ഇൻ ബിറ്റ്വീനോ. ബിസൈഡ് എന്ന് പറയുമ്പോൾ എന്താ? ബി സൈഡ്, സൈഡ് ചേർന്ന്. ഓക്കെ, അണ്ടിൽ അതിന് ശേഷം, അല്ലെങ്കിൽ അണ്ടിൽ എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ ഉപരി എന്നൊക്കെയുള്ള മീനിങ് പറയാം. ടുവാർഡ്സ്, ത്രൂ ഔട്ട്, അക്രോസ്, എബോവ്, എബൌട്ട്, അറൗണ്ട്. അറൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റും. എബൌട്ട് എന്തിനാണ് പരാമർശിക്കുന്നത്? എബോവ് മുകളിൽ. അക്രോസ്, അക്രോസ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്രോസിങ് എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, അതൊക്കെയാണ് ആ വേർഡ്സിന്റെ മീനിങ്. അപ്പൊ ഈ വേർഡ്സിന് എല്ലാം ഒരു പർട്ടിക്കുലർ മീനിങ് ഉണ്ട്. അത് കൂടാതെ തന്നെ എന്താണ് ഇതെന്ന് പറയുന്നത്? ഒരു ലിങ്കിങ് ഇതായിട്ട് ആക്ട് ചെയ്യുന്നു നൗൺസിനും പ്രൊനൗൺസിനൊക്കെ ഇടയ്ക്ക്. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. എവിടെയാണ്? ടേബിളിലാണ്. ഓൺ ദ ടേബിൾ. ദ ബുക്ക് ഈസ് ബെനീത്ത് ദ ടേബിൾ. ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബെനീത്ത് ദ ടേബിൾ എന്ന് പറയുന്നത് ടേബിളിന് അടിയിലാണ്. ബുക്ക് ഈസ് ലീനിങ് എഗെയിൻസ്റ്റ് ദ ടേബിൾ. വിച്ച് ഡയറക്ഷൻ? ഡയറക്ഷനെ സൂചിപ്പിക്കുന്നു. എഗെയിൻസ്റ്റ്. ബുക്ക് ഈസ് ബിസൈഡ് ടേബിൾ. ടേബിളിന് ബിസൈഡ് ആണ്. ഷീ ഹെൽഡ് ദ ബുക്ക് ഓവർ ദ ടേബിൾ. ടേബിളിന് മുകളിൽ. അത് പൊസിഷനെ സൂചിപ്പിക്കുന്നു. ഷീ റീഡ് ദ ബുക്ക് ഡ്യൂറിങ് ദ ക്ലാസ്. വെൻ അറ്റ് ദ ടൈമിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഡ്യൂറിങ്. ഇനി ഒബ്ജക്റ്റ് ഓഫ് ദ പ്രൊപ്പോസിഷൻ. ദ ഒബ്ജക്റ്റ് ഓഫ് ദ പ്രൊപ്പോസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? Recognize an object of the preposition when you see one. Okay. Preposition often begin prepositional phrases. Okay. To complete the phrase, the preposition usually teams up with a noun, pronoun, or gerund, or the object of the preposition. Here are some examples. Object of the preposition എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റൈസേഷൻ എന്ന് പറയുന്നത് പ്രിപ്പോസിഷനെ ഒരു ഒബ്ജക്റ്റൈസ് ചെയ്ത് കാട്ടുന്ന എന്ന കാര്യമാണ്. അറ്റ് നൂൺ. നൂൺ ആണ്. എപ്പോൾ? അറ്റ് എപ്പോഴാണ്? നൂണിലാണ്. അതായത് അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ്. ന്യൂൺ എന്ന് പറയുന്നത് എന്താണ്? നൗൺ ആണ്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഓഫ് ദ പ്രിപ്പോസിഷൻ ആണ്. ബിഹൈൻഡ് ദം. അതിലെ ബിഹൈൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം പ്രിപ്പോസിഷൻ ആണ്.
ദം എന്ന് പറയുമ്പോൾ ഒരു പ്രോനൗൺ ആണ്, ഓർ ദ ഒബ്ജക്റ്റ് ഓഫ് ദ പ്രിപ്പോസിഷൻ. ഇങ്ങനെ പ്രിപ്പോസിഷന്റെ കൂടെ ചേർന്ന് വരുന്ന നൗൺ ആയാലും പ്രൊനൗൺ ആയാലും അതിനെല്ലാം നമ്മൾ പറയുന്നതാണ് ഒബ്ജക്റ്റ് ഓഫ് ദ പ്രിപ്പോസിഷൻ എന്നാണ്. വിത്തൗട്ട് സ്നീസിങ്, അതിലെ വിത്തൗട്ട് എന്ന് പറയുന്നത് എന്താണ്, പ്രിപ്പോസിഷൻ ആണ്. പക്ഷെ സ്നീസിങ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ്, ജെറൻഡ് ഓർ ദ ഒബ്ജക്റ്റ് ഓഫ് ദ പ്രിപ്പോസിഷൻ ആണ്. ഒബ്ജക്റ്റ് ഓഫ് ദ പ്രിപ്പോസിഷൻ വിൽ ഓഫ്റ്റൻ ഹാവ് മോഡിഫയേഴ്സ് ദാറ്റ് ആഡ് ഡിസ്ക്രിപ്ഷൻ. മോഡിഫയേഴ്സ് ഉണ്ട് അതിന്. അറ്റ് ദ കിച്ചൺ കൗണ്ടർ, അറ്റ് എന്ന് പറയുന്നത് എന്താണ്, പ്രിപ്പോസിഷൻ ആണ്. ദ കിച്ചൺ എന്നൊക്കെ പറയുന്നത് എന്താണ്, മോഡിഫയേഴ്സ് ആണ്. കൗണ്ടർ എന്ന് പറയുന്നത് എന്താണ്, നൗൺ ഓർ ഓഫ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ പ്രിപ്പോസിഷൻ ആണ്. ബിറ്റ്വീൻ അസ് ഓൺലി, ബിറ്റ്വീൻ എന്താണ്, പ്രിപ്പോസിഷൻ ആണ്. അസ് എന്ന് പറഞ്ഞ പ്രോനൗൺ ആണ്, ഓർ ദ ഒബ്ജക്റ്റ് ഓഫ് ദ പ്രിപ്പോസിഷൻ ആണ്. ഒൺലി എന്ന് പറഞ്ഞത് എന്താണ്, മോഡിഫയർ ആണ്. വിത്തൗട്ട് കംപ്ലീറ്റ്ലി ഫിനിഷിങ്, വിത്തൗട്ട് എന്ന് പറഞ്ഞ എന്താണ്, പ്രിപ്പോസിഷൻ ആണ്. കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞ എന്താണ്, മോഡിഫയേഴ്സ് ആണ്. ഫിനിഷിംഗ് എന്ന് പറഞ്ഞ എന്താണ്, ജെറൻഡ് ഓർ ദ ഒബ്ജക്റ്റ് ഓഫ് ദ പ്രിപ്പോസിഷൻ ആണ്. ഓക്കെ. ഇൻഫ്രീക്വന്റ്ലി എ ക്ലോസ് വിൽ ബി ദ ഒബ്ജക്റ്റ് ഓഫ് ദ പ്രിപ്പോസിഷൻ. എക്സാമ്പിൾ ആയിട്ട് എന്താ പറയാം, ഇൻഫ്രീക്വന്റ് ആയിട്ട്. In class today, we talked about what Mr. Duncan expects in our next research essay. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എന്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ സംസാരിക്കാൻ പോകുന്നത്, എന്താണ് മിസ്റ്റർ ഡങ്കൻ എന്ന ആളെ എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ നെക്സ്റ്റ് റിസർച്ച് എസ്സേയിൽ നിന്ന് എന്താണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് റിസർച്ച് എസ്സേയിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നതാണ് ആ സെന്റൻസിന്റെ മീനിങ്. ഓക്കെ. അതിൽ എബൌട്ട് എന്ന് പറയുന്ന ഒരു പ്രൊപ്പോസിഷൻ ആണ്. വാട്ട് മിസ്റ്റർ ഡങ്കൻ എക്സ്പെക്ട്സ് ഇൻ അവർ നെക്സ്റ്റ് റിസർച്ച് എസ്സേ എന്ന് പറയുന്നത് ഒരു നൗൺ ക്ലോസ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഓഫ് ദ പ്രിപ്പോസിഷൻ ആണ്. ഓക്കെ. ഒരു കണ്ടീഷൻ ഡിഫൈൻ ചെയ്യുന്നതിനാണ് ക്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ പ്രിപ്പോസിഷൻ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഈ സെന്റൻസിലെ പ്രിപ്പോസിഷൻസ്: ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ബിഫോർ ദ ജഡ്ജ് ടുമോറോ. ആൻഡ്രൂ ടോസ് ദ ബാൾ ഇൻ ടു ദ എയർ. ഓക്കെ. ടു ഗോ ഇൻ ടു ദ എയർ, ഇൻ ടു ദ എയറിൽ ഇൻ ടു. റാൻ അക്രോസ് ദ യാർഡ്, ഇതിൽ സീന ക്വിക്ലി റാൻ അക്രോസ് ദ യാർഡിൽ across the yard. Christian walked inside the house to get his dad. Inside. Calvin is a great musician and often plays shows around the country. Around the country. Okay. In conjunction, preposition versus conjunction. Prepositions are connecting words. Connect ചെയ്യാൻ ഉപയോഗിക്കുന്നു. Prepositions are എന്തൊക്കെയാണ്, on, over, to, from, about, ഫോർ, എഗെയിൻസ്റ്റ്, വിത്ത്, ബിറ്റ്വീൻ, എക്സെട്ര. അപ്പം നമ്മൾ എന്താ പറയുന്നത്, ഒരു പൊസിഷനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ എന്താണ്, ഡയറക്ഷനെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് എന്ന് പറയാൻ പറ്റും, പ്രിപ്പോസിഷൻ എന്ന് പറയാൻ പറ്റും. ഈ ബേസിക് ഗ്രാമറിലെ ഒരു കൺസെപ്റ്റ്, ഈ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എല്ലാവരും. കാരണം കൺജക്ഷൻ കാരണം എന്ന് വെച്ചാൽ കണക്ട് ചെയ്യുന്ന ഇതാണെങ്കിൽ, പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ഡയറക്ഷനെയോ ഒരു പൊസിഷനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അത് നമുക്കൊരു വ്യക്തമായ ധാരണ നൽകുന്നുണ്ട്, ആ വസ്തു എവിടെയാണ്. ദാറ്റ് നൗൺ വിത്ത് ദ പൊസിഷൻ ഓർ ഡയറക്ഷൻ, എങ്ങനെ പോകുന്നു അല്ലെങ്കിൽ ഏത് സ്ഥാനത്ത് നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ലൊക്കേഷൻ മാപ്പിങ്ങോ എന്നൊക്കെ പറയുന്ന പോലത്തെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു ലൊക്കേഷൻ മാപ്പിംഗ് തന്നെയാണ് നമ്മുടെ പ്രിപ്പോസിഷൻസ് എന്ന ടൈം ഉപയോഗിക്കുന്നത്. ഓക്കെ. ജനറൽ ഒരു പ്രിപ്പോസിഷൻ ഗ്ലൂ ചെയ്യുകയാണ് നൗണും പ്രൊനൗണിനെയൊക്കെ ഒരു സെന്റൻസിൽ. ദാറ്റ് ഈസ് പ്രിപ്പോസിഷൻ ഇസ് ഓൺലി ഏബിൾ ടു കണക്ട് എ നൗൺ എലമെന്റ് ഇൻ ടു സെന്റൻസ്. പ്രിപ്പോസിഷൻ എന്ന് പറയുന്നതിന് ഓൺലി ഏബിൾ ആണ് എന്ത് ചെയ്യാൻ, നൗൺ എലമെന്റിനെ സെന്റൻസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി. പ്രിപ്പോസിഷൻ എന്താണ്, ഇൻട്രോഡ്യൂസസ് എ നൗൺ ഇൻ ടു ദ സെന്റൻസ്. ഒരു സെന്റൻസിൽ നൗണിനെ ഇൻട്രോഡ്യൂസ് ചെയ്യുകയാണ്. അതായത് ഇന്നതാണ് ആ നൗൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നൗണിന്റെ പൊസിഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഇൻട്രോഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രിപ്പോസിഷൻ. അപ്പൊ എപ്പോഴും ഇത് നമുക്കൊരു സെന്റൻസ് കിട്ടുമ്പോൾ നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് പറയുമ്പോൾ ആദ്യമേ നമുക്ക് ഓർമ്മ വരണം എന്താണ്, അത് ഡയറക്ഷനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ ലൊക്കേഷനെ സൂചിപ്പിക്കുന്നു, ഓക്കെ, പൊസിഷനെ സൂചിപ്പിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ഡയറക്ഷൻ മാപ്പിംഗ്, അല്ലെങ്കിൽ ഡയറക്ഷൻ മാപ്പിംഗ് ആൻഡ് പൊസിഷൻ മാപ്പിംഗ് ആണ് സത്യത്തിൽ പ്രിപ്പോസിഷൻ ചെയ്യുന്നത്. ഓക്കെ. കൺജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കണക്ടിങ് വേർഡ്സ് ആണ്. പക്ഷെ എന്താണ്, ദേ ക്യാൻ ഡു മച്ച് മോർ ദാൻ എ പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ ചെയ്യുന്നതിലുപരി കുറെ കാര്യങ്ങളൊക്കെ കൺജക്ഷന് ചെയ്യാൻ പറ്റും. കൺജക്ഷൻ ആണ് വേർഡ്സ് ലൈക്ക് ആൻഡ്, ബട്ട്, ഓർ, ബിക്കോസ്, ദെൻ, എക്സെട്ര. In contrast to a preposition, a conjunction can connect any two like elements together in the sentence. Like elements എന്ന് വെച്ചാൽ ഒരേപോലെയുള്ള എലമെന്റ്സിനെ കണക്ടിങ് ടുഗദർ ചെയ്യാൻ വേണ്ടി ഒരു കൺജക്ഷന് പറ്റും. മറിച്ച് പ്രിപ്പോസിഷൻ അത് പറ്റില്ല. കാരണം പ്രിപ്പോസിഷൻ എന്ന് വെച്ചാൽ ഡയറക്ഷൻ മാപ്പിംഗ് ആൻഡ് പൊസിഷൻ മാപ്പിംഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്കോപ്പ് ഇല്ല അതിന്. ഓക്കെ. മോസ്റ്റ് നോട്ടബിളി കൺജക്ഷൻ ഹാവ് ദ എബിലിറ്റി ടു കണക്ട് വെർബ്സ് ടുഗദർ. കൺജക്ഷൻസ് വെർബിനെ കണക്ട് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ട്. വെർബ് എന്ന് പറയുന്നത് ക്രിയയാണ്, അല്ലെ, നമ്മൾ ചെയ്യുന്ന ഡൂയിങ് ആക്ടിവിറ്റീസ് ആണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് വെർബ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കണക്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കൺജക്ഷൻ ഉണ്ട്. ഓക്കെ. അതും കൂടെ നമ്മളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചേക്കണം.
കാരണം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കുന്നത് വെച്ചാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഓരോ കാര്യങ്ങൾ എവിടെ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് എന്താണ് നമ്മളൊരു മനസ്സിലാക്കുന്ന ഒരു വിലയിരുത്തൽ നടത്തണം. ഒരു സെന്റൻസ് കിട്ടുമ്പോൾ അപ്പാടെ നമ്മൾ എന്താണ് അതിന്റെ കാണാതെ പഠിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ആ സെന്റൻസിനെ അങ്ങ് ഒരു ലാംഗ്വേജ് എന്ന രീതിയിൽ പറയുമ്പോൾ അതിന് ഗ്രാമർ എന്ന് പറയുമ്പോൾ എന്താണ് അതിന് കുറെ ഐഡന്റിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് കുറെ കൺസെപ്റ്റ്സ് ഉണ്ട്. ഇംഗ്ലീഷിന്റെ ലാംഗ്വേജിന്റെ കൺസെപ്റ്റാണ് ഗ്രാമർ. ലോകത്തെ എല്ലാ ഭാഷകളുടെയും കൺസെപ്റ്റാണ് ഗ്രാമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വ്യാകരണം എന്ന് പറയുന്നത് വലിയ ഘടകമാണ്. പണ്ടത്തെ കാലത്തൊക്കെ പഠിക്കുന്ന വ്യക്തികൾ വ്യാകരണം ഇപ്പോഴും PSC ക്വസ്റ്റ്യൻസിന് വരുന്നുണ്ട്. ഇംഗ്ലീഷ് ഗ്രാമർ, മലയാളത്തിലുള്ള വ്യാകരണം ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ വ്യക്തമായി പഠിച്ചു വെക്കുന്നത് നമുക്കൊരു ധാരണ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, ഒരു കൺസെപ്ച്വൽ ലേണിങ്ങിന് സാധിക്കും. എന്തിന്റെ നമ്മുടെ ലാംഗ്വേജിന്റെ കൺസെപ്റ്റിനെ ക്ലിയർ ചെയ്യാൻ പറ്റും. ദിസ് മീൻസ് ദാറ്റ് കൺജക്ഷൻ ക്യാൻ കണക്ട് ടു സെന്റൻസസ് ടുഗദർ. രണ്ട് സെന്റൻസുകളെയും കൺജക്ഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. കാരണം അത് വെർബിനെ ടുഗദർ ചെയ്യുന്നത് കൊണ്ട് തന്നെ, കണക്ട് ടുഗദർ ചെയ്യുന്നത് കൊണ്ട് തന്നെ കൺജക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, സെന്റൻസിനെയും കണക്ട് ടുഗദർ ചെയ്യാൻ പറ്റും. കൺജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വെർബിനെ ഇൻട്രോഡ്യൂസ് ചെയ്യുകയാണ്. ഓക്കെ, പ്രിപ്പോസിഷൻ ബേസ്ഡ് കൺജക്ഷൻ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നതാണ്. ഡിസൈഡ് വെദർ ഈച്ച് അണ്ടർലൈൻഡ് വേർഡ് ഇസ് എ പ്രിപ്പോസിഷൻ ഓർ കൺജക്ഷൻ, എക്സ്പ്ലെയിൻ യുവർ ആൻസർ എന്നാണ്. ഐ വാണ്ട് ടു റീഡ് എ ബുക്ക്, good book beside the tree. After we dance, we out for a walk. While you were away, you missed a lot of works. She went him a test instead of speaking. He left the room without talking to anyone. The train had to stop because of the weather. ഒരു ചെറിയൊരു ഡിലേ വന്നതാണ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യണം നമ്മുടെ ക്ലാസ്. ബാക്കി നമുക്ക് പഠിക്കാം. ബിഫോർ നമ്മളിത് ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇംഗ്ലീഷിലെ ഓരോ സെന്റൻസിന്റെ മീനിങ് മനസ്സിലാക്കി കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കൺജക്ഷൻ ആണോ പ്രിപ്പോസിഷൻ ആണോ എന്നൊക്കെ മനസ്സിലാക്കാം. ഐ വാണ്ട് ടു റീഡ് എ ഗുഡ് ബുക്ക്. എനിക്കൊരു നല്ല പുസ്തകം വായിക്കണം എന്നുണ്ട്. എന്തിന്റെ പുറകിലിരുന്നു കൊണ്ട്, മരത്തിന്റെ പുറകിലിരുന്നു കൊണ്ട്. ആഫ്റ്റർ വി ഡാൻസ് വി ഔട്ട് ഗോ ഫോർ എ വാക്ക്. ഒരു നൃത്തത്തിന് ശേഷം ഒരു നടത്തയ്ക്കായി ഞങ്ങൾ പോയി. വൈൽ യു ആർ എവേ, നിങ്ങൾ ഇവിടുന്ന് മാറി നിന്ന സമയത്ത് യു മിസ്ഡ് ലോട്ട്സ് ഓഫ് വർക്ക്, നിങ്ങൾക്ക് ഒരുപാട് ജോലികൾ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്സിംഗ് ഉണ്ടായി. ഷീ സെൻഡ് ഹിം എ ടെസ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് സ്പീക്കിംഗ്. ഒരു സംസാരത്തിന് പകരം ഒരു ടെസ്റ്റാണ് അവൾ അയച്ചത്. ഹി ലെഫ്റ്റ് ദ റൂം വിത്തൗട്ട് ടോക്കിംഗ് ടു എനിവൺ. അവൻ ആരടുത്തും പറയാതെ റൂം വിട്ടുപോയി. ദ ട്രെയിൻ ഹാഡ് ടു സ്റ്റോപ്പ് ബിക്കോസ് ഓഫ് ദ വെദർ. ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്, വെദർ ബാഡ് ആയതുകൊണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ആ കാലാവസ്ഥ മോശമായതുകൊണ്ട്, അല്ലെങ്കിൽ കാലാവസ്ഥ കാരണം ട്രെയിൻ എന്ത് പറ്റി, സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, അപ്പൊ ഇത് ഇത്ര ഒരു സെന്റൻസിന്റെ മീനിങ് മനസ്സിലാക്കി നിങ്ങൾക്ക് ചെയ്യാമല്ലോ. ഈ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളാണെങ്കിൽ എന്താണ് അതിന്റെ ഒരു വേർഡ് മീനിങ് മനസ്സിലാക്കിയല്ലോ, അല്ലെങ്കിൽ സെന്റൻസിന്റെ മീനിങ് അർത്ഥം മനസ്സിലാക്കി, മലയാളം അർത്ഥം മനസ്സിലാക്കിയല്ലോ. അപ്പൊ മാക്സിമം ഇത് നമ്മളെ കമന്റിൽ ഇതിന്റെ ആൻസേഴ്സ് ചെയ്യുക. ഓക്കെ, ഇതിന്റെ ആൻസറൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ മക്കളെ, അപ്പോഴേ നമ്മളാണെങ്കിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് 8 ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. അപ്പൊ അതിൽ 7 ഡിസ്കസ് ചെയ്തോളൂ. 8ാമത്തെ ഒരു കാര്യമുണ്ട്. എന്താണ്, നമുക്കത് ഓർഡറിൽ നോക്കാം. നൗൺ, പ്രൊനൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വെർബ്, പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, പ്രിപ്പോസിഷൻ, കൺജക്ഷൻ. അവസാനത്തതാണ് ഇന്റർജെൻഷൻ. ഓക്കെ, അപ്പൊ ആൻ ഇന്റർജെൻഷൻ ഇസ് എ സിംഗിൾ വേർഡ് ഓർ ഷോർട്ട് ഗ്രൂപ്പ് ഓഫ് വേർഡ് ദാറ്റ് ഈസ് യൂസ് ടു എക്സ്പ്രസ് എ ഫീലിംഗ് ഓർ ഇമോഷൻ. ഒരു ഫീലിങ്ങിനെയോ ഇമോഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് വേർഡ്സിനെയാണ് എന്താണെന്ന് പറയുന്നത്, ഇന്റർജെൻഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് വൂ, ദാറ്റ് വാസ് ഹാർഡ്, അതിലെ വൂ. വാവ്, ഐ ഗോട്ട് സ്ട്രേറ്റ് എ ഓൺ മൈ റിപ്പോർട്ട് കാർഡ്, അതിലെ വാവ്. ഓ, ലുക്ക് അറ്റ് ദാറ്റ് ബ്യൂട്ടിഫുൾ സീനറി എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇന്റർജെൻഷൻസ് ആണ്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഇത് ഒരു ഒട്ടിച്ച് പറയലാണെന്ന് എനിക്കും അറിയാം, നമ്മളത് വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബാക്കി നമ്മൾ
ഫർദറായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓരോന്നും നമ്മൾ എടുത്തെടുത്ത് പഠിക്കുന്നതായിരിക്കും. പാർട്സ് ഓഫ് സ്പീച്ചിലെ 8 എണ്ണത്തിനെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നോക്കുന്നതായിരിക്കും. അപ്പം ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് മൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.